ന്യൂനപക്ഷ വോട്ടുകളോടുകൂടിയാണ് കഴിഞ്ഞ തവണത്തെ പല വിജയങ്ങൾക്കും പിന്നിൽ അതാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരം ഉണ്ടായിരുന്നു. അപ്പോൾ ന്യൂനപക്ഷ വോട്ടർമാരെ എങ്ങനെയാണ് ചേർത്ത് നിർത്തുന്നത്? അതിനോടനുബന്ധിച്ചുള്ള പല പദ്ധതികളും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ന്യൂനപക്ഷത്തിനെ വേട്ടയാടുന്ന പല പാർട്ടികളും ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നു. അവർ വല്ലാതെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സഹതപിക്കുന്നു എന്നുള്ളതൊക്കെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതയെ സംബന്ധിച്ചൊന്നും ഇപ്പോൾ കൂടുതൽ പറയേണ്ടതില്ല. എല്ലാവർക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആരുടെ ഒപ്പം നിൽക്കുന്നു എന്നുള്ളതൊക്കെ ഈ നാട്ടിലെ മതനിരപേക്ഷ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരും ഒരേപോലെ കണ്ടുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഞങ്ങളുടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും അതുപോലെ തന്നെ ഈ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ആളുകളെയാണ് ഞങ്ങൾ ഇതിനകത്ത് സ്ഥാനാർത്ഥികളാക്കി കൊണ്ടുവരുന്നത്. അത് തീർച്ചയായും ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പിനകത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് നിന്നവർക്കൊക്കെ 2 വർഷക്കാലമായി ഈ നാടിനകത്ത് എന്ത് നടന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ ധാരണ അവർക്കുണ്ട്. വോട്ട് ചെയ്തവരൊക്കെ പലരും എന്താണ് ഇപ്പോൾ വലിയ വിഷമത്തിലാണ് എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു തർക്കമില്ല. അപ്പോൾ വോട്ട് വരുന്ന സമയത്ത് സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുന്ന സമയത്ത് ചില ആളുകൾ വരുന്നു, അത് കഴിഞ്ഞാൽ ഇവരെ കാണുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ യാഥാർത്ഥ്യ ബോധത്തോടെയാണ് തൃശ്ശൂരത്തെ ജനത ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനകത്ത് വോട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും വളരെ അത് ആത്മവിശ്വാസത്തോടെയാണ് എല്ലാ സ്ഥലത്തുള്ള ജനങ്ങൾ ഈ 2 വർഷക്കാലം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കാണാത്ത ആളുകളെ പ്രത്യേകമായി വരുന്നു, കാണുന്നു എന്നുള്ളത് നല്ല കാര്യം തന്നെ. അത് വന്ന് എന്താണ് ചെയ്തത് ഈ നാടിന് വേണ്ടി 2 വർഷക്കാലം എന്നുള്ളത് വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? ബന്ധപ്പെട്ട ആളുകൾക്കുണ്ട് എന്നും കൂടി സൂചിപ്പിക്കുകയാണ്.